നമസ്കാരം. സംസ്ഥാനം കനത്ത തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. പ്രചാരണം കൊഴുപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നേറുകയാണ് മുന്നണികൾ. ലക്ഷ്യത്തിലേക്ക് എത്താൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായ പല തന്ത്രങ്ങളും മുന്നണികൾ പയറ്റുന്നുവെന്നാണ് ജനസംസാരം. അത് ഡീലായും നോ ഡീലായും എല്ലാം കേൾക്കുന്നുണ്ട്. മറ്റൊന്ന് വ്യക്തിഹത്യയാണ്. മുഖ്യമന്ത്രി മുതലുള്ള നേതാക്കളെല്ലാം അതിൻ്റെ ഭാഗമാവുന്നുണ്ട്. ഡീലും വ്യക്തിഹത്യയും ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണോ? പിഴവുകൾ അറിഞ്ഞോ അറിയാതെയോ? പരിശോധിക്കാം. എനിക്കൊപ്പം മുൻ DGPയും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ TP സെൻകുമാർ ചേരുകയാണ്. സർ നമസ്കാരം. നമസ്കാരം. സർ, ഈ ഡീൽ ആരോപണത്തിൽ വാക്പോര് തുടരുകയാണ് മുന്നണികൾ. പ്രതിപക്ഷം ഡീലാരോപണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില മണ്ഡലങ്ങൾ എടുത്തു പറയുന്നുമുണ്ട് പ്രതിപക്ഷം. CPM BJP ഡീൽ വ്യക്തമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഡീലുണ്ടോ? ഞാൻ നോക്കിയിട്ട് പല മണ്ഡലങ്ങളിലും പല രീതിയിലുള്ള കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഡീൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവർക്ക് ചില മണ്ഡലങ്ങളിൽ ഉണ്ടായേക്കാവുന്ന BJP വിജയത്തെക്കുറിച്ചുള്ള ഉദാഹരണം പാലക്കാട് BJPയുടെ എ ക്ലാസ് മണ്ഡലമാണ്. അവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു ഫയർ ബ്രാൻഡ് നേതാവ് മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇവർ ഇറക്കുന്ന സ്ഥാനാർത്ഥികളെയെല്ലാം തട്ടി നിരത്തി മുന്നോട്ട് പോകാൻ അവർക്ക് സ്വമേധയാ കഴിവുണ്ട്. അത് കണ്ടിട്ട് ഇപ്പോഴേ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ VD സതീശൻ തന്നെ മത്സരിക്കുന്ന നോർത്ത് പറവൂരിൽ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ ഡീല് നേരെ മറിച്ചാണ്. VD സതീശനെ ജയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ്. അവിടെ BJP ആ സീറ്റ് ഏറ്റെടുക്കുകയും അവിടെ പ്രധാനപ്പെട്ട ഒരു വനിതയെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ ടൈസൺ, അദ്ദേഹത്തിന് കുറച്ചുകൂടി പേരുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം മത്സരിക്കുന്ന CPയുടെ അദ്ദേഹം നല്ലൊരു കാൻഡിഡേറ്റാണ്. വാസ്തവത്തിൽ VD സതീശൻ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഒരു ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്ന VD സതീശനെ തോൽപ്പിക്കേണ്ടതില്ലേ? അങ്ങനെ തോൽപ്പിക്കുകയാണെങ്കിൽ അവിടെ ഉള്ള എല്ലാ വോട്ടുകളും ശരിക്കും CPIക്ക് പോൾ ചെയ്യുകയാണെങ്കിൽ, ശ്രീമൻ ടൈസനെ പോൾ ചെയ്യുകയാണെങ്കിൽ VD സതീശൻ തീർച്ചയായിട്ടും തോറ്റിരിക്കും. അത് ചെയ്യുന്നതിന് പകരം ആ വോട്ടുകൾ ടൈസനും പോകാതെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? അപ്പോൾ ആർക്ക് VD സതീശന് വേണ്ടിയും BJP അവിടെ ഡീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അത് അങ്ങനെയല്ല. ആ ഡീലൊന്നും നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഇവിടെ നേമത്ത് തന്നെ നോക്കുക. ശബരിനാഥിനെ പോലെയുള്ള സാമാന്യം നല്ലൊരു കാൻഡിഡേറ്റ്സിനെ കൊണ്ട് അവിടെ കോൺഗ്രസ് ഇറക്കിയിട്ടുണ്ട്. അതും നോക്കി വരുമ്പോൾ എന്താണ്, അത് കഴിഞ്ഞ തവണ ശ്രീ മുരളീധരൻ പിടിച്ചതുപോലെ ആ കുറേ വോട്ട്സ്, പ്രത്യേക വിഭാഗങ്ങളുടെയൊക്കെ കുറേ വോട്ട്സ് പിടിച്ച് അത് തീർച്ചയായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ കിട്ടേണ്ട വോട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് LDFന് വോട്ട് കൂടിയില്ലെങ്കിൽ പോലും അവർ കഴിഞ്ഞ തവണ ജയിച്ച പോലെ ഒരു ജയം ഉണ്ടാക്കാനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുന്നതല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ പല മണ്ഡലങ്ങളിൽ പല പോലെയുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു പേടി വരുന്നിട്ടുണ്ട്. ഈ തവണ BJPക്ക് സീറ്റുകൾ കുറച്ച് കൂടുതൽ, 0 അല്ല 1 അല്ല, ഡബിൾ ഫിഗറിൽ കൂടുതലായിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ കാഴ്ചയാണ് ഈ ഡീൽ എന്ന് പറഞ്ഞ് ഉള്ള പ്രചരണം. പക്ഷെ മറ്റൊന്ന്, ഈ 2020 ഉണ്ടല്ലോ, അത് ഇപ്പോൾ NDAയുടെ ഭാഗമാണ്. NDAയുടെ 19 സീറ്റുകളിലാണ് 2020 മത്സരിക്കുന്നത്. അതും എനിക്ക് നോക്കിയപ്പോൾ തോന്നിയത്, അതും വലിയ രാഷ്ട്രീയ ബന്ധമൊന്നും പുലർത്താത്ത സ്ഥാനാർത്ഥികളാണ് ഈ 2020 പരീക്ഷണത്തിന് ഇറക്കിയിരിക്കുന്നത്. അവിടെയാണ് സംശയം. അത് 2020യുടെ കാര്യത്തിൽ ഞാനും അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ പോലെ, അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പാലക്കാട് മണ്ഡലം പോലെ BJPയുടെ കാൻഡിഡേറ്റ് ശ്രീ ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള ഒരു കാൻഡിഡേറ്റ് നിൽക്കുകയായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലം 2020ക്ക് കൊടുക്കുന്നു. കൊടുങ്ങല്ലൂർ പോലെ ഒരു A ക്ലാസ് മണ്ഡലം 2020ക്ക് കൊടുക്കുന്നു. അതുകൂടാതെ മറ്റ് 17 മണ്ഡലങ്ങളും. എന്നാൽ 2020 അഖിൽമാരാരെ പോലും തൃപ്പൂണിത്തുറയിൽ ഇടുന്നില്ല എന്നുള്ളതാണ് അതിലും അത്ഭുതകരമായ കാര്യം. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം 2020 ഈസ് എ വെരി ലോക്കൽ പാർട്ടി. ലോക്കൽ പാർട്ടിയെ നമ്മൾ കഴിഞ്ഞ തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും കണ്ടതാണ് അവർക്ക് എത്ര സ്വാധീനം ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളത്. കാര്യം ശരിയാണ്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ NDAക്ക് 6% വോട്ടാണ് എറണാകുളം ജില്ലയിൽ കിട്ടിയത്. പക്ഷേ ആ 6% വോട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ആ തൃപ്പൂണിത്തുറ സീറ്റ് ഒരു
വിന്നബിൾ സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് കൊടുത്ത് ഇതൊരു പ്രഹേളികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 2020 ആയിട്ടുള്ള അലയൻസും അതുകൂടാതെ ഈ 19 സീറ്റ് കൊടുത്തതും അതിൽ തന്നെ പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും കൊടുത്തതും എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പേഴ്സണലി ഐ ഒബ്ജക്റ്റ് ടു ദാറ്റ്. കാരണം അവിടെ ഉണ്ടാകുന്ന കാഡേഴ്സിന്, BJP കാഡേഴ്സിന്, സംഘ് പരിവാർ കാഡേഴ്സിന് എല്ലാത്തിനും വലിയ വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അവർക്ക് ഒരുപക്ഷെ തുറന്നു പറയാൻ പറ്റില്ല, എനിക്ക് തുറന്നു പറയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, വളരെ തെറ്റായ നടപടിയായി പോയി ഇത്തരം കാര്യങ്ങൾ. ഇതുപോലെ പല സീറ്റുകളും ഉണ്ട് കേട്ടോ. അതായത് ഈ 19 സീറ്റ് 2020 കൊടുത്തത് NDAക്ക് പറ്റിയ വന്ന വലിയൊരു വീഴ്ചയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് NDAക്ക് 19 സീറ്റ് NDAയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് എടുത്തുള്ള 2020 കൊടുത്തത് തീർത്തും തെറ്റായിട്ടൊരു കാര്യമാണ്. കാരണം 14 സീറ്റാണ് പരമാവധി എറണാകുളം ജില്ലയിലുള്ളത്. ആ 14 സീറ്റിൽ 10-12 സീറ്റ് പരമാവധി കൊടുത്ത് ബാക്കി തൃപ്പൂണിത്തുറ പോലുള്ള സീറ്റുകൾ കൈവശം വയ്ക്കുകയാണ് BJP ചെയ്യേണ്ടിയിരുന്നത്. എനിക്കറിയില്ല ഇവരുടെ എന്താണ് തന്ത്രമെന്ന്. പക്ഷേ സാമാന്യബോധമുള്ള, കേരളത്തിൽ ഇത്രയും നാളും ജീവിച്ച, ഇപ്പോഴും സാമാന്യ ജനങ്ങളുമായിട്ട് നിത്യേന ഇടപഴകുന്ന, കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ സാമാന്യം നന്നായിട്ട് യാത്ര ചെയ്യുന്ന, പരിചയപ്പെടുന്ന, എല്ലാം സാമാന്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എനിക്ക്, ഞാനിതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മാസത്തിൽ 10 ദിവസം 12 ദിവസമെങ്കിലും ഞാൻ യാത്ര ചെയ്ത് എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. കയ്യിലിരുന്ന വിജയമാണത്. തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും എല്ലാം കയ്യിലിരുന്ന വിജയം. ഇത് നഷ്ടപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാഡേഴ്സിനുള്ള വിഷമം വളരെ കൂടുതലാണ്. അതുകൂടി മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുന്നത്. ഈ റാന്നിയിലെ 2020 സ്ഥാനാർത്ഥിയുണ്ടല്ലോ, സാമുവൽ തോമസ്, അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം കേട്ടതല്ലേ? ശബരിമല വിഷയത്തെയൊക്കെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് പറഞ്ഞത്. ആരെയും കരിവാരി തേക്കാനില്ല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞു, ശരിയാണ്. എന്നാൽ BJP നേതാക്കൾ ആരും അതിനോടൊരു പ്രതികരണം കേട്ടില്ല. ആകെ കുമ്മനം രാജശേഖരൻ മാത്രമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അതാണ് ഈ ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട സീറ്റുകൾ മുഴുവൻ ഇതേപോലെയുള്ള നവാഗതൻ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ യാതൊരുവിധ പക്വതയില്ലാത്ത ആൾക്കാർക്ക്. കാരണം BJP ഇത്രയും നാളും കൊണ്ടു നടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ശബരിമലയാണ്. അതിൽ 2 ഇഷ്യൂ ആണ് പ്രധാനപ്പെട്ടത്. വേണമെങ്കിൽ 3 ഇഷ്യൂ എന്ന് പറയാം. ഒന്ന്, ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അതിന് ആ കേസുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ, അതിനെ ഒന്നും തുടർച്ചയില്ലാത്തത്, പ്രതികളെല്ലാം പുറത്തു വന്ന കാര്യങ്ങൾ. 2, ശബരിമലയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ്. ആ അഫിഡവിറ്റിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരാതെ ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗത്തിൽ വഖഫ് ബോർഡിനും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് ശബരിമല കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളടക്കം ഉള്ള സമയത്ത്, കാരണം ഇതൊന്നും അറിയുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല അവിടെ നിൽക്കുന്നത്. ABCD, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെപ്പറ്റി യാതൊന്നും അറിയില്ല. വികസനം, സമഗ്ര വികസനം. എന്തിൻ്റെ സമഗ്ര വികസനം? അത് ചോദിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ ആ ഉത്തരം മുട്ടും. അപ്പോൾ ഈ സമഗ്ര വികസനം എന്ന് 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ഷനെ നമുക്ക് നേരിടാൻ പറ്റില്ല എന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കണം. അതിന് വളരെ നന്നായിട്ട് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ, ഇതുവരെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, അതിലെന്ത് മാറ്റങ്ങളാണ് വേണ്ടത്, ഏത് വിധത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ച് ആ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്ന കൊടും കൊള്ളകളുടെ കാര്യങ്ങൾ അതില്ലാതാക്കുക, അതിന് പകരം സംവിധാനങ്ങളുണ്ടാക്കുക, അതിൽ പങ്കെടുത്തവരെ ശിക്ഷിക്കുക. അതുപോലെ വികസനത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ, ഓരോ മണ്ഡലത്തിനും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ വർക്കല മണ്ഡലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല തീർച്ചയായിട്ടും റാന്നി മണ്ഡലത്തിൽ വരിക, കാരണം അത് മലയോര മേഖലയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് കൃത്യമായി പഠിച്ച് അതനുസരിച്ച്, അതേസമയം റാന്നിയിൽ ശബരിമല ഉള്ള കാലത്തോളം, അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന കാലത്തോളം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻക്ലൂഡിങ് 2019 കേസുകളടക്കമുള്ള പോലീസ് ക്രൂരത അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും റിലവൻ്റ് ആണ്. ആയിരക്കണക്കിന് പേര്, വൃദ്ധകളും കുട്ടികളും എല്ലാവരും അടക്കം കേസുകളിൽപ്പെട്ട് വലഞ്ഞു നടക്കുന്ന സമയമാണ്. അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് അതേപ്പറ്റി പറയുന്നില്ല, ആരുടെയും മുഖത്ത് കരി തേക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അതിന് ഇപ്പോഴത്തെ BJP നേതാക്കൾ ഒരു മറുപടി കുമ്മനം രാജേട്ടൻ ഒഴിച്ച് പറഞ്ഞില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ശബരിമല ഒരു പ്രചരണ വിഷയമായിട്ട് നിലനിർത്തണം. പ്രചരണ വിഷയം മാത്രമല്ല, വളരെ കാമ്പുള്ള, വളരെ
പ്രസക്തമായ ഒരു വിഷയമായിട്ട് തന്നെ ഈ 3 കാര്യങ്ങളും മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളകളാണ് മൂന്നാമത്തെ അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന മൂന്നാമത്തെ വിഷയം. അത് നിലനിർത്താൻ സാധിക്കുന്നില്ല ബി ജെ പിക്ക് എങ്കിൽ ഈ ബി ജെ പിയുടെ ബേസ് വോട്ടേഴ്സ് ചിതറിപ്പോകും. കാരണം ദേ വാണ്ട് ടു ഹാവ് ഇറ്റ്. അതിലാണ് അവർ ഒരുമിച്ച് വന്നത്. അത് ഇതുവരെ സോൾവ് ആയിട്ടില്ല. അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ലാതെ കിടക്കുന്ന കാലത്ത് ഗവൺമെൻറ് പറ്റിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങൾ അത് തുറന്നു കാട്ടുകയും അവിടെ ചെയ്ത കൊള്ളകളെപ്പറ്റി പ്രത്യേകം പറയുകയും അത് വലിയൊരു വിഷയമാക്കി കൊണ്ടുവരികയും ചെയ്യേണ്ട പാർട്ടിയുടെ അനുബന്ധ പാർട്ടി എന്ന് പറയുന്ന അതിലൊരു ഘടകം എന്ന് പറയുന്ന എൻ ഡി എയിൽ ഘടകം എന്ന് പറയുന്ന എൻ്റെ സ്ഥാനാർത്ഥി അവിടുത്തെ ശബരിമല ഉൾക്കൊള്ളുന്ന ആ ഭാഗത്ത് പറയുന്നു ആരുടെയും മുഖത്ത് കരി തയ്ക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്തിയില്ല. അതാണ് അത്ഭുതം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് എലക്ഷൻ നേരിട്ട് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, നേരത്തെ പറഞ്ഞ ഡീലല്ല ഇത് ഞാൻ പറഞ്ഞ എങ്ങനെ അതിനെ നേരിടണം, എങ്ങനെയാണ് ആദ്യത്തെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് നമ്മൾ വരുന്നത്. അത് ഓരോ മണ്ഡലത്തിലും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. കേരളത്തിൽ പൊതുവെ ഒരു സ്ട്രാറ്റജി ഉണ്ടാകും, മാക്സിമം സീറ്റ് നേടുക എന്നുള്ളത്. രണ്ടാമത്തെ സ്ട്രാറ്റജി ആക്ച്വലി വേണ്ടത് നമ്മളുടെ എതിരാളികൾക്ക് മാക്സിമം സീറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അതും രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജിയാണ്. അത് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ ഇവർക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ തവണ ഈ രണ്ട് മുന്നണി യു ഡി എഫും എൽ ഡി എഫും അത് പരമാവധി ഫൈറ്റ് ചെയ്യും. കാരണം രണ്ട് മുന്നണികളും ഞാനിപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു തൂക്ക് നിയമസഭ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് ഒരു 65, 66, 67 സീറ്റുകൾ യു ഡി എഫിനും ഒരു 56, 57 സീറ്റുകൾ എൽ ഡി എഫിനും കിട്ടുന്ന വിധത്തിലായിരിക്കും റിസൾട്ട് വരിക. ബാക്കി സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു വോട്ട് മറിച്ചിട്ട് ഒരു സീറ്റ് കൂട്ടി കൊടുക്കുന്നത്, ഇപ്പോൾ നേമത്ത് ഒരു സീറ്റ് എൽ ഡി എഫിന് കോൺഗ്രസ്സുകാർ കൂട്ടിക്കൊടുത്താൽ അത് അവരെ ബാധിക്കും. കാരണം അവരുടെ ടോട്ടലിൽ എതിരാളിക്ക് ഒരു സീറ്റ് കൂടുതൽ കിട്ടുകയാണ്. അതുപോലെ തന്നെയാണ് കാസർഗോഡ് അവിടെ നിൽക്കുന്ന വനിതാ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എതിരെ വോട്ട് മറച്ചു കൊടുക്കാനായിട്ട് അവർ നിന്നാൽ അത് യു ഡി എഫിനെ ഹെൽപ്പ് ചെയ്യുകയാണ് എൽ ഡി എഫ് നേരിട്ട് ചെയ്യുക. ശരിക്ക് അങ്ങനെയാണ്. അതും ഒരു പറയും യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫ് ആൾക്കാരെ നിർത്തുന്നു. അവിടെ ആ 2 സീറ്റൊക്കെ മഞ്ചേശ്വരവും കാസർഗോഡും തീർച്ചയായിട്ടും ബി ജെ പി പരാജയപ്പെട്ടിരുന്നത് എൽ ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിലേക്ക് മറയുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവിടെ മത്സരം ത്രികോണമായിട്ട് നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ബി ജെ പി പണ്ട് മുതലേ ജയിച്ചു വരേണ്ട മണ്ഡലങ്ങളാണത്. ഈ ശബരിമല വിഷയം അത് വലിയ തോതിൽ ഉയർത്തി കാണുന്നേയില്ല ഈ പ്രചാരണ രംഗത്ത്. അതിപ്പോൾ യു ഡി എഫ് ആവട്ടെ എൻ ഡി എ ആവട്ടെ അത് ശ്രദ്ധിച്ചില്ലേ? അത് തീർച്ചയായിട്ടും അത്തരം എൽ ഡി എഫിനും യു ഡി എഫിനും അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പോറ്റിയെ കയറ്റിയെ എന്നുള്ളൊക്കെ പാട്ടൊക്കെ ഇപ്പം നിന്ന് പോയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർക്കും ജാള്യതയുണ്ട്. കാരണം സോണിയാഗാന്ധിയായിട്ടുള്ള ഫോട്ടോ ഷൂട്ടുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പഴയ തീവ്രതയിൽ ആ പാട്ട് പാടാനും അത് സ്വർണം കെട്ടത് സഖാക്കളാണെന്ന് പറയാനുമുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതുപോലെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2 കാലും അതിൽ പൂഴ്ന്നു കിടക്കുകയാണ്. അപ്പോൾ അത് കാലൂരി നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പത്മകുമാറിനെ പോലും ഇലക്ഷൻ കഴിയുന്നവരെ ഒരു നടപടിയില്ലാതെ നിർത്തുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഒരു പ്രചരണ വിഷയമായിട്ട് വരാതിരിക്കാൻ അത് കൊണ്ടുവരേണ്ടതാരാണ്? ബി ജെ പി ആണ്. അവരുടെ നേതാക്കളും ഇനിയിപ്പോൾ 15-16 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ അതിൻ്റെ തീക്ഷ്ണമായ വിധത്തിൽ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അവരുടെ കയ്യേറ്റങ്ങൾ, ഡി എഫ് ഐക്കാർ നടത്തുന്ന കാര്യങ്ങൾ, ഈവൻ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രങ്ങളിൽ പോലും എസ് ഐമാർ നോട്ടീസ് കൊടുക്കുക അവിടെ ഗണഗീതം പാടരുതെന്ന് പറയും. അങ്ങനെ നടക്കുന്ന അതുവരെ നടക്കുന്ന ഇല്ലീഗൽ കാര്യങ്ങൾ ഇതൊക്കെ ഒരു പ്രചരണ വിഷയമായിട്ട് കൊണ്ടുവരണ്ടേ? അവരുടെ വോട്ട് ബേസ് ഏതാണെന്ന് അവർ മറന്നുപോയോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. ഏതാണ് നിങ്ങളുടെ വോട്ട് ബേസ്? ആ വോട്ട് ബേസിനെ കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം അനുവദിച്ചല്ലോ, അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു SIT. അത് ഹൈക്കോടതിയിലുണ്ട്. അത് ഹൈക്കോടതിയിൽ വരും. അത് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ ഇടയ്ക്ക് വരും. അത് കാണാം. ഹൈക്കോടതിയിൽ അതിലുണ്ടാകുന്ന കമൻസും അത് ഏത് രീതിയിലാണ് വരുന്നതെന്ന് അപ്പം കാണാം. അപ്പം നമുക്ക് പലപ്പോഴും കീഴ്ക്കോടതികളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്പീരിയർ ഈവൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയൊക്കെ ചേഞ്ച് ചെയ്ത് വളരെ കാര്യങ്ങൾ വരുന്നുണ്ട്.
ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാം. ഇപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്ന് കൺവെർട്ട് ചെയ്ത ആൾക്കാർക്ക്, ക്രിസ്ത്യാനിയായിട്ട് മതം മാറിയ ആൾക്കാർക്ക് പിന്നീട് ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി ഇന്നുണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ അതല്ല, അതിനപ്പുറമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ആ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന വിധത്തിൽ ഇതെല്ലാം BJP ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴും കേരളത്തിൽ നല്ലൊരു ശതമാനം, 50%-ലധികം ഹൈന്ദവരുണ്ട്. അതോടൊപ്പം അവരെ മനസ്സിലാക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കേണ്ടതാണ്. ഈ സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാമത്തെ കേസിലും തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ SITയുടെ അപ്പീലുണ്ടല്ലോ ഹൈക്കോടതിയിൽ, അതിൽ അദ്ദേഹത്തിൻ്റെ അനുജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്, അതുപോലെ ശബരിമല വിശേഷപ്പെട്ട വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇതൊക്കെ നേരത്തെ ചോദിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും അപ്പീൽ പോയിരിക്കുന്നത്. എന്തിനാണ് സാധ്യത? ജാമ്യം റദ്ദാക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇനി ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റ് ഡയറക്ഷൻസ്, അതായത് അന്വേഷണമായിട്ട് ഇത്രയും നാൾ പുറത്ത് കിടന്നല്ലോ, കുറച്ച് നാൾ അകത്ത് കിടന്നു, ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ കോടതിയെ പ്രീജഡ്ജ് ചെയ്യല്ല, പക്ഷേ എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സാമാന്യ നിലയ്ക്ക് അദ്ദേഹത്തിനൊരു ബെയിൽ കണ്ടിന്യൂ ചെയ്യാനും അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാനുമുള്ള ഒരു ഓർഡർ ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഞാനത് എൻ്റെ ഒരു ലീഗൽ ഇതിൽ നിന്ന് അനുമാനിക്കുന്നത്. ഓക്കെ. ഇത്തവണ ഈ പതിവിൽ നിന്ന് വിപരീതമായി CPM-നുള്ളിലെ പൊട്ടിത്തെറി പുറത്തു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഇത്. മുമ്പുമുണ്ട് പാർട്ടിക്കുള്ളിൽ, പക്ഷേ നമ്മളൊന്നും അത്ര അറിയാറില്ല. പരോക്ഷമായി എന്തെങ്കിലും കേട്ടാലേ ഉള്ളൂ. പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ തന്നെയാണ്. അത് പ്രചരണത്തിലേക്ക് കടന്നപ്പോഴും പാർട്ടിക്കുള്ളിൽ വലിയ വിഷയമായി നിലനിൽക്കുന്നുണ്ട്. നേതാക്കളൊരു മുഖഭാവത്തിൽ നിന്നൊക്കെ ആ വിഷമം അത് മനസ്സിലാവുന്നുണ്ട്. അത് ശ്രദ്ധിച്ചില്ലേ? അത് തീർച്ചയായിട്ടും അവരെ എല്ലാ ഭാഗത്തും, അത് പല ജില്ലകളിലും, കണ്ണൂർ, പാലക്കാട്, അതുപോലെയുള്ള പല ജില്ലകളിലും അവരെ കാര്യമായിട്ട് അത് ബാധിക്കുകയും ചെയ്യും. കാരണം അവരുടെ ശക്തി കുറേയധികം ശോഷിക്കുകയാണ്. കാരണം റേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂസ് അങ്ങനെ വളരെ പ്രാധാന്യമുള്ള അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ പ്രവർത്തിച്ച് നിന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് പുറത്ത് വന്നിട്ട് ഇത് പറയുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ആൾക്കാരല്ല, അടിത്തട്ടിൽ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരല്ല പറയുന്നത്. പണ്ട് പറഞ്ഞിരുന്നത് പോലെ ടോട്ടൽ ഒരു 100% അടിമകളല്ല ഇപ്പോഴ്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് പല CPM-കാരും ബാക്കിയെല്ലാവരും മറ്റു കാര്യങ്ങളും, അതായത് കൈരളി TV-യും ദേശാഭിമാനിയും മാത്രം വായിച്ച് ജീവിക്കുന്ന ജീവികളല്ല അവർ പോലും. അപ്പോൾ അതിൽ കുറേ ഭാഗം പേർക്ക് ഇത് കുറേ സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഇടയിൽ വർക്ക് ചെയ്തിരുന്ന, ഇതുവരെ അവരുടെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്ന സഖാക്കൾ പുറത്തു പോയിട്ട് ഇതുപോലെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ നന്നായിട്ട് ചിന്തിക്കും, എന്തുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം, എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ എന്ത് കൊള്ളയാണ് നടന്നത്, എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ കിഫ്ബിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് എല്ലാം കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ നടക്കുന്ന അവിടെ വീടുകൾ വെച്ചു കൊടുക്കുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ 200-250 കോടി രൂപയ്ക്ക് ഇതിലും ഒന്നാന്തരമായി അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് പോലും അറിയാലോ. അതെ, അതും ഒരാളെങ്കിലാണ്. അല്ല, ഇത് 750 കോടി രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ 100-500 കോടി രൂപ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയാണ് അവർക്ക്. അപ്പോൾ ഇതെല്ലാം എവിടെ പോകുന്നു? ഇതെല്ലാം പാർട്ടിക്ക് പോകുന്നു, അല്ലെങ്കിൽ പാർട്ടിയിലെ മേലാളന്മാർക്ക് പോകുന്നു. ഇത് പാർട്ടിയിലുള്ള സഖാക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ളവർ വളരെയധികം പണക്കാരാകുന്നു ഭരണത്തിൻ്റെ കീഴിൽ എന്നുള്ളൊരു കാര്യം സഖാക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതികരണം ആണ് ഇപ്പോൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും മുകളിൽ നിന്നുള്ള ഏകാധിപത്യപരമായ സമീപനങ്ങളെ ഇല്ലാതാക്കാനായിട്ട് കുറേ ഇടങ്ങളിലെങ്കിലും പര്യാപ്തമായിട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കുറേയൊക്കെ ഈ ഭീതി വരുമ്പോൾ, ആശങ്ക വരുമ്പോൾ അത് വിമർശനങ്ങളായും പരാമർശങ്ങളുമായും ഒക്കെ വരുന്നുണ്ട്. അതും കേട്ടു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതും ഇത്ര അധികം പതിവില്ല. സാധാരണ ഉയർന്നു വരാറുള്ള പരാമർശങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. അത് പ്രചരണ രംഗത്തും നല്ല പോലെ പ്രകടമാണ്. വ്യക്തിഹത്യയിലേക്ക് കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ ഇതിനു മുന്നും കലാകാരന്മാർ മത്സരരംഗത്തുണ്ടാകാറുണ്ട്. അവരെയൊന്നും ആരും കോമാളി എന്നൊന്നും വിളിക്കാറില്ല. അതിനെ പിൻവലിച്ചിരിക്കുന്നു അദ്ദേഹം.
കാരണം മനസ്സിലായി, പെട്ടെന്ന് അതിൻ്റെ റിയാക്ഷൻ മനസ്സിലായി. അതുമാത്രമല്ല, ഒരു സ്ഥലത്ത് ചെറ്റത്തരം എന്ന് പറയുന്നു. അതായത് വളരെ മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ ഏകദേശം പാർട്ടിയിൽ പരിചയസമ്പന്നനായിട്ടുള്ളൊരു നേതാവ് പുറത്തു പോയിട്ട്, ജി സുധാകരൻ, അദ്ദേഹത്തിൻ്റെ ചെറ്റത്തരം എന്ന് പറയുന്നു. മറ്റൊരാളെ വീട്ടിൽ പോയി പറയടാ എന്ന് പറയുന്നു, ചോദിക്കടാ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ്റെ, അതായത് പണ്ടേ പോലെ വലിക്കുന്നില്ല, പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായി കിട്ടിയതുകൊണ്ടാണ് ഇത് നന്നായിട്ട് നടക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അത് ന്യായീകരിക്കുകയും ചെയ്തു. എന്നിപ്പോൾ ഇടുക്കിയിൽ വെച്ച് പറയുന്നത് കേട്ടു, ജി സുധാകരനെ ഞാൻ ചെറ്റ എന്ന് വിളിച്ചിട്ടേ ഇല്ല, രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തീർച്ചയായിട്ടും, എടാ സുധാകര ചെറ്റ എന്നല്ല പറഞ്ഞത്. അത് ശരിക്കും ആളെ തൊട്ട് കാണിക്കുന്നു, പേര് പറയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെയാണ്, ആളെ തൊട്ട് കാണിക്കാം പക്ഷേ പേര് പറയില്ല എന്ന് പറയുന്നത് പോലെയാണ് ആ ചെയ്തത്. ഇതിനു മുമ്പ് നമ്മുടെ കൊല്ലം MP പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന് ഇതേപോലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെയുള്ള ഒരു പറച്ചിലാണ് ഇതും. മറ്റൊന്ന്, ഇന്നലെ പത്തനംതിട്ടയിൽ വെച്ചിട്ട് അവരുടെ തന്നെ ഒരു പ്രവർത്തകനാണ്, CPM പ്രവർത്തകനാണ്, മുഖ്യമന്ത്രിയോട് എന്തോ ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇന്നും അതിന് ന്യായീകരണം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. മുഖ്യമന്ത്രി പറഞ്ഞത് പൊതുയോഗം ചോദ്യം ചോദിക്കേണ്ട വേദിയല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു നേതാവിനോട് നമുക്കെന്നും ചോദിക്കാമല്ലോ, അതല്ലേ കീഴ്വഴക്കം? തീർച്ചയായിട്ടും. എന്താണ് ഒന്ന്, ഇതിനൊന്നും പാക്കേജ്ഡ് ക്യാപ്സ്യൂൾസ് ഇല്ല. അങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട്, ഭാവിയിൽ അപകടം വരാത്ത രീതിയിൽ അതിന് മറുപടി കൊടുക്കാനായിട്ടുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾസ് കൈ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അതിന് എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ പിന്നീട് അതിൽ ഈ ഇലക്ഷൻ കാലത്തെങ്കിലും പിടിച്ചു നിൽക്കേണ്ടി വരില്ലേ? വാസ്തവത്തിൽ അദ്ദേഹം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 20,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ കിഫ്ബിക്ക് ഈ പണം എവിടെ നിന്ന് കിട്ടുമെന്ന് ഒന്ന് പറയാമോ എന്നാണ് ഈ ചോദിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതേപ്പറ്റി മുഖ്യമന്ത്രിക്ക് അതേപ്പറ്റി എന്തെങ്കിലും അറിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആരെങ്കിലും ലിസ്റ്റ് കൊടുത്ത് പറഞ്ഞു കൊടുത്ത് എഴുതി കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് അതേപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ദേഷ്യം വന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ ഇത്രമാത്രം കവറേജ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പബ്ലിക്കിലേക്ക് ഇറങ്ങുകയും ഇത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷനെ ഉള്ളിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപടിയായിട്ട് കാണുകയും എലക്ഷൻ സമയത്ത് വോട്ടിടുന്ന സമയത്ത് പ്രത്യേകിച്ചും നിഷ്പക്ഷരായ വോട്ടേഴ്സിനെ കാര്യമായ വിധത്തിൽ സ്വാധീനിക്കുകയും ചെയ്യും. തീർച്ചയായും സർക്കാരിൻ്റെ വലിയ PR അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിനപ്പുറത്ത് പൊതുജനം പൊറുതിമുട്ടിയ ഒരു 10 വർഷക്കാലമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ BJPക്കോ അല്ലെങ്കിൽ UDFനോ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സംസ്ഥാനത്ത് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. തദ്ദേശത്തിൽ നമ്മളത് കണ്ടതാണ്. വ്യക്തിഹത്യയിലും പരാമർശങ്ങളിലും ഒക്കെ ആയിട്ട് അങ്ങ് ഒതുങ്ങുകയാണ്. അതിന് മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, അതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് എത്തുന്നു എന്നല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഈ പ്രചാരണ സമയത്ത് കടക്കാൻ പ്രതിപക്ഷത്തിനാവുന്നതേയില്ല. തീർച്ചയായിട്ടും ഇതുവരെയുള്ള പ്രചരണങ്ങളിൽ അതൊന്നും വന്നിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അതിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഓരോ രംഗത്തുമുള്ള എന്ത് അധപതനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആരോഗ്യരംഗം നോക്കുക, ഇത്രയും മോശമായിട്ട് നമ്മുടെ ആരോഗ്യരംഗം പോയ ഒരു സമയമുണ്ടാകും. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അവസാനം ഡോക്ടർ ഹാരിസൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട വന്നതും, ഓരോ ആസ്പത്രിയിൽ നടക്കുന്ന കാര്യങ്ങളും, സർജറിയുടെ ഇടയിൽ വരുന്ന കാര്യങ്ങളും, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാതെ അത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ രാജീവ് മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളമാണ് നമ്പർ 1. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കേരളം നമ്പർ 1 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കിട്ടും. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അതിനെ കണക്കൂടിയെന്ന് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഇപ്പോൾ ഇന്ത്യയിൽ വന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 25% വന്നത് ആന്ധ്രാപ്രദേശിലേക്ക് മാത്രമാണ്. ആ ആന്ധ്രേനെ പോലും കവച്ച് വെച്ചാണ് കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗൂഗിളിൽ. എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഏകദേശം ഒരു 10 കുടുംബശ്രീ മെമ്പേഴ്സ് കൂടിയിട്ടുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ മുഴുവൻ രജിസ്റ്റർ ചെയ്ത് റീരജിസ്റ്റർ ചെയ്യാനും പറഞ്ഞു. അങ്ങനെ മറ്റ് കുറേ സ്ഥാപനങ്ങളും കേന്ദ്രത്തിൻ്റെ ഒരു സ്കീം അനുസരിച്ച് റീരജിസ്റ്റർ ചെയ്ത് കിട്ടി. അങ്ങനെ പെട്ടെന്ന് കണ്ടമാനം ഫേംസ് നമ്മുടെ അവിടെ കൂടുന്നതായിട്ടൊരു തോന്നലുണ്ടാക്കി. ആക്ച്വലി ഒന്നും കൂടിയിട്ടില്ല, റിയാലിറ്റിയിലൊന്നും കൂടിയിട്ടില്ല, ഉള്ളത് തന്നെയാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിലേക്ക് ആ കണക്ക് വഴിക്ക് ആ ഫിഗേഴ്സ് കനോട്ട് ലൈ ബട്ട് ലയേഴ്സ് ക്യാൻ ഫിഗർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് കണക്കുകൾ കള്ളം പറയില്ല, പക്ഷേ കള്ളന്മാർക്ക് കണക്കുകൾ പറയാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പൊളിച്ചു കൊടുക്കുന്ന വിധത്തിൽ
ജനങ്ങളിൽ അവതരിപ്പിക്കാനായിട്ട്. ഇപ്പോൾ വോട്ട് പെട്ടി അതുപോലുള്ള കാര്യങ്ങളായിട്ട് കുറേയധികം മാധ്യമങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പോയി വർക്ക് ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം മേഖലകളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ പൊതുവായിട്ട് എന്താണ് കഴിഞ്ഞ 10 വർഷം നടന്നത്, എന്തുമാത്രം പൈസയാണ് ദൂർത്തടിച്ച് കളഞ്ഞത്, എന്തുമാത്രം പൈസയാണ് നമ്മളുടെ പാവങ്ങൾക്ക് കിട്ടേണ്ടവർക്ക് കിട്ടാതിരുന്നത്, ആശാ വർക്കേഴ്സിനൊക്കെ എന്ത് സംഭവിച്ചു, അതുപോലെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർക്ക് എന്ത് സംഭവിച്ചു, അവർക്കൊക്കെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത് ഈ 10 വർഷം കൊണ്ട്. അതുപോലെ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അല്ലാതെ മറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ശരിയായ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എത്രയധികം ഫണ്ടാണ് ഇല്ലാതാക്കിയത്. അവസാനം അവിടെ പോയി കാല് പിടിക്കേണ്ട ഗതികേടിലേക്ക് വീണ്ടും വരിക. എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയുക. കേന്ദ്രത്തിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ലക്ഷങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കടം ഏകദേശം 1.5 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയുടെ അടുത്തേക്ക് പൊതുകടം കേരളത്തിൻ്റെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങൾ, ഒന്നാം റാങ്ക് കിട്ടിയ PSCക്കാർ വഴി വെറുതെ നിൽക്കുന്ന സമയത്ത് പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കുക, അവർക്കെല്ലാം ഭയങ്കരമായിട്ട് സാലറി കൊടുക്കുക. അങ്ങനെ എല്ലാം നശിപ്പിച്ചിട്ട ഒരു ഏകാധിപത്യ പാർട്ടിയുടെ ഭരണം കേരളത്തിൽ 10 വർഷം നടന്നു. അതിനെതിരെയുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ കൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഇതുവരെ BJPയും UDFും സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അവരത് ചെയ്യണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ടി പി സെൻകുമാർ. ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ ഇവിടെ തിരുവനന്തപുരത്തെ 2 സീറ്റുകളെ കുറിച്ചാണ്. ഇത് നേമത്തെക്കുറിച്ചും വട്ടിയൂർക്കാവിനെക്കുറിച്ചും. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് 4 കോൺസ്റ്റിറ്റ്യുവൻസി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ വട്ടിയൂർക്കാവ് ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ പറയാം, അവിടെ ശ്രീ മുരളീധരൻ ഹാട്രിക് അടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. മുരളീധരൻ്റെ ഹാട്രിക് എന്ന് പറഞ്ഞാൽ ആദ്യം നേമത്ത് വന്ന് 3ാം സ്ഥാനത്തായി, തൃശ്ശൂർ പോയി 3ാം സ്ഥാനത്തായി. ഇനി ഹാട്രിക് തികയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിൽ വരും. വട്ടിയൂർക്കാവിൽ അദ്ദേഹം ഹാട്രിക് തികയ്ക്കും. അതോടുകൂടി അദ്ദേഹത്തിന് തൃപ്തിയാകുമെന്നാണ് ഈ മത്സരങ്ങളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ശരി, ഏതായാലും പ്രചാരണങ്ങൾ നടക്കട്ടെ. ഡീലാണോ നോ ഡീലാണോ എന്നറിയാൻ മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ ടി പി സെൻകുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു.